എന്താ കുഞ്ഞ്? ഇവിടുത്തെ മുതലാളിയെ ഒന്ന് കാണണം. മുതലാളി പുറത്തു പോയിരിക്കുക. എപ്പോ വരും? അത് പറയാനൊക്കത്തില്ല. ചിലപ്പോ രാത്രി 8 മണിയാവും, ചിലപ്പോ 10 മണിയാവും, ചിലപ്പോ 12 ആവും. കുഞ്ഞു പോയിട്ട് നാളെ കാലത്ത് വാ. ഞാൻ ഒരുപാട് ദൂരെ നിന്നാ വരുന്നത്. അയ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാനാ? പാതിരാക്കെങ്ങാനുമാണ് മുതലാളി വരുന്നതെങ്കിൽ അതുവരെ കുഞ്ഞിവിടെ കാത്തു കൂത്തിരിക്കൂ. ഗോപാല, എന്തോ? ഏതാ കുട്ടി? മുതലാളിയെ കാണാവുന്നതാ. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഇവിടത്തെ കൊച്ചമ്മയാണ്. വാ, അകത്തേക്ക് പോവാം. വരൂ. കുഞ്ഞെ, മരിച്ചുപോയ വലിയങ്ങന്നാണ്. വാ. ഗോപാലം പൊയ്ക്കോളൂ. കുട്ടിയുടെ പേരെന്താണ്? വിജി. വീട് എവിടെയാണ്? കോട്ടയം. ഇവിടെ എന്തിനാണ് വന്നത്? ഇവിടുത്തെ ആളിനെ കാണാൻ വന്നതാണോ? അതെ. ഇവിടുത്തെ ആളിനെ കുട്ടിക്ക് അറിയാമോ? എനിക്കറിയില്ല. അമ്മയ്ക്കറിയാം. അമ്മയ്ക്കോ? കുട്ടിയുടെ അമ്മ ആരാ? ടീച്ചറാണ്. ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. എന്തിനാ കുട്ടി ഇവിടുത്തെ ആളിനെ കാണാൻ വന്നത്? അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കാണണമെന്ന്, വീട്ടിൽ ചെല്ലണമെന്ന്. അയ്യോ കുട്ടി, കുട്ടിക്ക് വീട് തെറ്റിപ്പോയതാണ്. ഇല്ല, ഇവിടുത്തെ അഡ്രസ് തന്നെയാണ് അമ്മ കുറിച്ചു തന്നത്. ഓഹോ, അഡ്രസ് തന്നെ വെച്ചിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. ഇവിടുത്തെ ആളെ എങ്ങനെ അറിയുമെന്നാണ് അമ്മ പറഞ്ഞത്? അത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്താ കുട്ടി ഇത്? ഇവിടെ പണമുണ്ടെന്ന് വെച്ച് അദ്ദേഹത്തെ അവമാനിച്ച് മുതലെടുക്കാമെന്ന് കരുതി നിന്നെ പറഞ്ഞയച്ചാണോ നിന്റെ അമ്മ? അദ്ദേഹം നിന്റെ അച്ഛനാണോ? എന്താണ് തെളിവ്? അമ്മ തന്നയിച്ചിട്ടുണ്ട്. അമ്മ തന്നയിച്ചിട്ടുണ്ടെന്നോ? അനാവശ്യം പറയരുത്. എന്താണ് തന്നയിച്ചത്? അമ്മയുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്. എന്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ്. അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്ക് അച്ഛനോട് പറയണം. അച്ഛൻ വീട് വരെ ഒന്ന് വരണം. അത് പറയാനാണ് ഞാൻ വന്നത്. അദ്ദേഹം വരട്ടെ. കുട്ടി കരയണ്ട. അമ്മയുടെ പേരെന്താണ്? സതി. കാത്തു, കാത്തു. എന്തോ? ഇവൾക്ക് കാപ്പി കൊടുക്കണം. പിന്നെ വടക്കേ മുറി തുറന്നു കൊടുക്കൂ. കാത്തുവിന്റെ കൂടെ ചെല്ലു. കാപ്പി കുടിച്ചിട്ട് കുളിച്ച് വിശ്രമിക്കൂ.
ഹലോ, ഞാൻ മാലിന്യാണ്. അദ്ദേഹം അവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ വന്നില്ല. ഹലോ, ഞാൻ മാലിനി. അദ്ദേഹം ഉണ്ടോ അവിടെ? ക്ലബിൽ പോകേണ്ടെന്ന് വിചാരിച്ചതാണ്. ഫെർണാണ്ടസ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതാണ് ഞാൻ ഇത്ര വൈകിയത്. എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇന്ന് എസ്റ്റേറ്റിൽ നിന്നും രവി വിളിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. വിളിച്ചില്ലേ? മാലിനിയോടാണ് ചോദിച്ചത്. നിങ്ങളെ ആരും വിളിച്ചില്ല. ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. എന്തിനാണ് വിളിച്ചത്? നീ എന്താണ് ആലോചിക്കുന്നത്? ഒരു വഞ്ചനയെ കുറിച്ച്. വഞ്ചനയെ കുറിച്ചോ? ആരെ വഞ്ചിച്ചു? എന്നെ. നിങ്ങൾ. മാലിനി, എന്താണത്? നിനക്കെന്ത് പറ്റി? പറയൂ. പറയാം. സതിയെ അറിയുന്നു. ഏത് സതി? ഒരു ടീച്ചർ. അവരെ അറിയുന്നു. എനിക്കങ്ങനെ ആരെയും അറിയില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കള്ളം പറഞ്ഞപ്പോൾ അതൊരു വേദനയായി മാറി. മാലിനി, ഞാൻ കള്ളമല്ല പറഞ്ഞത്. നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ എന്തോ പറഞ്ഞു. അത് വിശ്വസിച്ചുകൊണ്ടാണ് നീ അതും ഇതും പറയുന്നത്. സതി, നിങ്ങൾ വിവാഹം കഴിച്ചില്ലേ? ഇല്ല മാലിനി, ഇല്ല. നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു പെണ്ണ് നീ എന്റെ ഭാര്യയാവുന്നതിന് മുൻപ് അവളുമായി എനിക്ക് അത് ഭാര്യയോട് പറയാൻ കൊള്ളാവുന്നതെന്ന് തോന്നിയില്ല. അതുകൊണ്ട് പറഞ്ഞില്ല. നിങ്ങൾ അവളെ വിവാഹം കഴിച്ചിരുന്നു? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതാ വിവാഹ സർട്ടിഫിക്കറ്റാണ്. ഞാൻ അന്വേഷിച്ചു പോയതല്ല. തെളിവുകൾ എന്നെ തേടി വന്നതാണ്. സതി ഇവിടെ വന്നിരുന്നോ? ഇല്ല. പിന്നെ? നിങ്ങളുടെ മകൾ വന്നിട്ടുണ്ട്. എന്റെ മകളോ? അതെ. എല്ലാ സ്ത്രീകളും എന്നെപ്പോലെയാണോ? വിവാഹം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ലേ? എനിക്ക് കുട്ടികളില്ല. ഉണ്ട്. നല്ല കുട്ടി. അവൾ വടക്കേ മുറിയിലുണ്ട്.